ABCDEFGHIJKLMN. ചേച്ചി നമുക്കേ പഠിച്ചു നിർത്തിയിട്ടേ കളിക്കാം. പഠിച്ചു നിർത്തിയിട്ട് കളിക്കാന്നോ? എടാ എക്സാമല്ലേ, പഠിക്കണ്ടേ? വേണ്ട, കളിച്ചിട്ട് പഠിക്കാം. വല്യമാമനും നിന്റെ അച്ഛനും എന്താ പറഞ്ഞത് നിനക്ക് അറിയാലോ? എന്തു പറഞ്ഞു ഞങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല. എടാ ഇപ്പൊ ഇരുന്ന് പഠിച്ചോളാം, വെക്കേഷൻ സമയത്ത് കളിച്ചോളാം പറഞ്ഞ ഓർമ്മയുണ്ടോ? എപ്പോ പറഞ്ഞു? ഞാൻ കേട്ടില്ലല്ലോ. നീ കേക്കത്തില്ല. മര്യാദക്കിരുന്ന് പഠിച്ചോ, കളിക്കാതെ വർത്താനം പറയണോ? അമ്മ ഞാനല്ല, ഇവനാണ്. അല്ല ചേച്ചി. നീ ചിറ്റപ്പനെ കണ്ടോടി? ഇല്ല അമ്മ, ഞാൻ കണ്ടില്ല. ചിലപ്പോ അച്ഛനോട് ചോദിച്ചോ, അച്ഛൻ കണ്ടിട്ടുണ്ടാവും. അച്ഛൻ കണ്ടില്ലെന്നാ പറഞ്ഞ. കറി എന്താ വെക്കണ്ടേന്ന് ആലോചിക്കുന്നേ ഉള്ളു. ആലോചിക്കണ്ട, സാധനം ഇതെന്താടാ? ഇതെന്താ മുല്ലപ്പൂവോ? മുല്ലപ്പൂവാണ് അത്. കൂണോ? ഇതെവിടെ കിട്ടി? അത് കിട്ടി, വറുത്തരച്ച് വെച്ചോ. അല്ല മാമ, ചില്ലറയൊന്നും ഇല്ലേ? അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. മറന്നു തന്നെ തരാം. പിടിക്കൂ. ഇതെന്തിനാ? ഇതെന്താ പരിപാടി? പിള്ളേർക്ക് സേവിങ്സ് എത്ര ഉണ്ട്? സമ്പാദശീലം. എനിക്ക് ശമ്പുചേട്ടനും കണ്ണനും മാമ പിങ്കി ബാങ്ക് വാങ്ങി തന്നു. പിങ്കി ബാങ്ക് അല്ലടി, പിഗ്ഗി ബാങ്ക്. പിങ്കി ബാങ്ക്. ഇതൊക്കെ എപ്പോ പഠിച്ചു കൊടുത്ത്? ആണോ? എന്താണ് പെട്ടെന്ന് സമ്പാദ്യശീലം തുടങ്ങണമെന്നൊക്കെ തോന്നി? ചേച്ചിയല്ലേ മറ്റേ PTA മീറ്റിങ്ങിന് അങ്ങനെ പറഞ്ഞത്, പിള്ളേർക്ക് നല്ല നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കണം, സേവിങ്സ് ഒക്കെ വേണമെന്ന്. അപ്പൊ നമ്മൾ തന്നെ വീട്ടിലുള്ളവരങ്ങനെ ചെയ്താലേ ചേച്ചി പറഞ്ഞ വാക്ക് കറക്റ്റ് ആവുള്ളൂ. മക്കളെ പൈസ കൊണ്ട് കളയില്ല, അതിനകത്ത് തന്നെ ഇടണം കറക്റ്റ് ആയിട്ട്, കേട്ടാ? അപ്പൊ ഓക്കെ. എടാ നീ ആ സുമേഷിനെ കണ്ടായിരുന്നോടാ? ഞാൻ കണ്ടില്ല. ചേച്ചി സൗണ്ട് എന്ത് പറ്റി? തൊണ്ടയ്ക്കൊരു പിടുത്തം. കിച്ച അവനെ ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? എന്ത് അവനെ ഞാനും നോക്കിട്ട് കാണുന്നില്ല. അതുകൊണ്ട് എന്ത് വല്ല കാര്യം ഉണ്ടായിരുന്നു അവനെ കൊണ്ട്? ഞാൻ അവന്റെ കുക്കറിന് പിടി അയഞ്ഞു പോയിട്ടേ നന്നാക്കാൻ കൊടുത്തുവിട്ടായിരുന്നു. ഇപ്പൊ അവനും ഇല്ല, കുക്കറും ഇല്ല. അത് മാത്രമേ കൊടുത്തുള്ളൂ? അല്ല, നന്നാക്കാനുള്ള പൈസയും കൊടുത്താ? ചേച്ചി അല്ല ആരെങ്കിലും ഈ പിരിവെട്ടിവന്റെ പിടി നന്നാക്കാൻ കൊടുക്കൂ? ചെറുക്കൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മ വരുമ്പോഴത്തേക്ക് കുക്കർ ഇവിടെ തിരിച്ചു കിട്ടണം. അച്ഛമ്മയുടെ ഫേവറേറ്റ് കുക്കർ ആയിരുന്നു അല്ലേ? അതിന് ഞാനും പറയാം. എന്ത് ചെയ്യും? എവിടെ പോയതാണെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. നോക്കട്ടെ, അവനും തപ്പി നോക്കട്ടെ. പോലീസ് ബുദ്ധി ഉപയോഗിച്ചാണോ? പോലീസ് ബുദ്ധി ഒന്നുമല്ല, അല്ലാതെ ബുദ്ധി ഒന്നും. ഇത് വാ, അതുകൊണ്ട് വെച്ചിട്ട് വരാം. ഓക്കെ. ചേച്ചി ഇങ്ങോട്ട് വാ. എന്റെ സുമേഷിനെ അന്വേഷിക്കാൻ ഇങ്ങോട്ട് വരുന്നേ? അതൊക്കെ ഉണ്ട് ചേച്ചി, വാ, ഒരു പ്ലാനാണ്. എന്താടാ? ആ സുമേഷ് സാർക്ക് എവിടെ പോയാ അല്ലേ? അങ്ങനെ ഇവിടെ ഒന്ന് പറയുന്നേ. രാവിലെ കാപ്പി കുടിച്ചിട്ട് അങ്ങോട്ട് പോയതാ, എവിടെയാന്ന് അറിയത്തില്ല. അയ്യോ, കാപ്പി കുടിച്ചിട്ട് പോയതാ? ഇത്ര നേരമായിട്ട് കാണാനില്ലല്ലോ. നീ അളിയനെ കാണാൻ അറിയായിരിക്കോ? പുത്തോണ്ണനെ അറിയത്തില്ല, കണ്ടില്ല എന്നാ പറഞ്ഞേ. അയ്യോ, അളിയനെ അറിഞ്ഞൂടി? ഈ ചെറുക്കനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടണമില്ലല്ലോ. അവിടെ ആരാ? ശിവ, ഓ എന്താണ് നിങ്ങളോട് സംസാരിച്ചോണ്ട് നിന്നത്? ഒന്നുമില്ല ചേച്ചി. അങ്ങനെ പറയല്ലേ. അതായത് ചേച്ചി, ആ ചെറുക്കനെ കാണാനില്ല, മറ്റേ പൊക്കത്തിന്. സുമേഷിനെ തെറ്റി? അയ്യോ, അവനൊന്നും പറ്റിയില്ല, അവനെ കാണാനില്ലെന്ന് പറയുന്നത്. രാവിലെ അവിടെ നിന്ന് കാപ്പിയും കുടിച്ചോണ്ട് പോയാണെന്ന്. ഈ സമയത്ത് കാണാനില്ലെന്ന് പറയായിരുന്നു. അവൻ ദേ മറ്റേ അർണേഷിന്റെ കൂടെ ആ കന്നാലിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുവോ. ചേച്ചി എങ്ങനെ അറിഞ്ഞു? അത് ഞാനേ മറ്റേ രജിത ഇല്ലേടി, അവളെ വിളിച്ചപ്പോ അവള് പറഞ്ഞതാ. സംഭവം കിട്ടിയ. ആ ശരി ചേച്ചി, പിന്നെ വേറെ ആരെയും വിളിക്കണ്ടല്ലോ അല്ലേ? എന്തിന്? അവൻ അവിടെ തന്നെ ഉണ്ട്, നീ പോയി നോക്ക്. തന്നെ? ആ ഓക്കെ. അപ്പൊ നമ്മള് പോട്ടാ? അല്ലല്ല, ഒരു കാര്യമുണ്ട്. പിന്നെ എടാ, ലളിത ചേച്ചി അവിടെ ഉണ്ടോ? ചേച്ചിയുടെ ഒച്ച എനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അത് അമ്മ അച്ഛനെ കൊണ്ട് കല്യാണത്തിന് പോയിരിക്കാം. കല്യാണത്തിന് വന്നിട്ടേ അപ്പച്ചേരി ഇവിടെ ഒച്ചയിടാൻ പറയാം. പോട്ടാ ചേച്ചി. ആരുടെ കല്യാണോടാ? എനിക്കറിയില്ല, എന്നത് പറഞ്ഞില്ല. അപ്പച്ചേ ഞാൻ കണ്ടില്ല. അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ മോളുടെ കല്യാണം. ഇന്നായിരുന്നോ കല്യാണോടി? എന്നെ വിളിച്ചില്ലല്ലോ. അച്ഛന്റെ ഫ്രണ്ട്. അച്ഛന്റെ എല്ലാ ഫ്രണ്ട്സിനും ചേച്ചിക്ക് അറിയോ? ഓ അങ്ങനെ. എന്നാ ശരി, പോട്ടെ. എനിക്ക് കുറച്ച് പണിയുണ്ട്. നിങ്ങളെ പോലെ അല്ലല്ലോ ഞാൻ. ശരി. ഞാൻ ഇന്ന് ക്ലിനിക്ക് വരെ പോയിട്ട് വരാം. ഇന്ന് ഓഫല്ലായിരുന്നോ? മൃഗപാലൻ ഡോക്ടർ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. എന്താ അങ്ങനെ ബോറടിക്കുമ്പോ നിങ്ങൾ വിളിച്ചു അങ്ങോട്ട് ചെല്ലാൻ പറയോ? സല്ലപിക്കാൻ വേണ്ടിട്ടല്ല വിളിക്കണേ. ചൂടുകാലമായതുകൊണ്ട് പക്ഷിമൃഗാദികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനെ കുറിച്ചിട്ടൊരു ചർച്ചയുണ്ട്. അതിനെ കുറിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇവിടെ മനുഷ്യന്മാർക്ക് കുടിക്കാൻ വെള്ളമില്ല. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഓക്കെ. അത് സുമേഷിനെ കണ്ടായിരുന്നോ? ഇല്ല, അവൻ വരും. വരുമ്പോ കാണാം. അവൻ ആ കുക്കറും കൊണ്ട് പോയതാണ്. ഏത് കുക്കർ?
ഇന്ന് കുക്കർ നന്നാക്കാനെന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ടുപോയി. അവൻ ഇതുവരെ വന്നിട്ടില്ല. കൊടുത്തു വിട്ടായിരുന്നോ? അമ്മ അമ്മ വരുന്നതിന് മുമ്പ് കുക്കർ ഇവിടെ തിരിച്ചു കിട്ടണം. നീ അല്ലാതെ കുക്കർ കൊടുത്തു വിടുവോ? കുക്കറല്ലേ? ചേട്ടത്തേ ആ നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നടാ? ഞാൻ എന്തോരം പ്രാവശ്യം നിന്നെ വിളിച്ചു. എന്ത് വിളിച്ചു? അയ്യോ ഫോൺ സൈലന്റ് ആയിരുന്നു. അയ്യോ കുക്കർ എവിടെടാ? കുക്കർ എവിടെ? നന്നാക്കാൻ കൊണ്ടുപോയി കുക്കർ എന്ത് ചെയ്യാനാ? കുക്കർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ? സത്യം പറയടാ, നീ കൊണ്ടുപോയി വിറ്റോ? എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടം നോക്കണേ. ഞാൻ വിറ്റിട്ടൊന്നുമില്ല. അത് ഇതിന്റെ നിക്കറാണോ? ഈ കുക്കറല്ലേ? എന്നാ ഇവിടെയാണോ കൊണ്ട് കുക്കർ വെക്കുന്നത് എന്നൊന്ന് പറയണ്ടേ? അത് പിന്നെ ഞാൻ വന്നപ്പോ ചേട്ടത്തെ കണ്ടില്ല. ഞാൻ പിന്നെ എളുപ്പത്തിന് ഇവിടെ വെച്ചിട്ട് പോയി. നിക്കർ മൂടി വെക്കണമല്ലോ. കുക്കർ എടുത്ത് അതിന്റെ അകത്ത് വെച്ചിരുന്ന ആരെങ്കിലും കാണണ്ടേ അത്? അതല്ലേ പറയാം, നിക്കറല്ലല്ലോ അല്ലാതെ കുക്കറല്ലേന്ന്. നീ അവിടെ വെക്ക്. അമ്മ വരുന്നതിന് മുമ്പ് കിട്ടിയല്ല. അമ്മച്ചി വന്നിട്ടുണ്ടല്ലോ, അവിടെ ഇരിപ്പുണ്ട്. ആ ഞാൻ ചോദിച്ചിട്ടൊന്നും മിണ്ടിയില്ല. ഞാൻ പോയി നോക്കണം. ഞാൻ പോയി നോക്കാം. എന്തൊക്കെ കറി? ചിക്കനാണോ? ഉരുളക്കിഴങ്ങ്. ചിക്കനാന്ന് വിചാരിച്ചാൽ കഴിച്ചാ മതി. എന്തൊരു കാര്യത്തിന് പിടിച്ച ഫാമിലിയാന്ന്. അതെ എന്തോന്നതേ? നമുക്കൊരു ഡോക്ടർ ചുമ്മാ ഇരിക്കാൻ പറഞ്ഞിട്ടില്ലേ? എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന്? കല്യാണം കൂടിയിട്ട് ഇന്നലെ തന്നെ വരുമെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് പറഞ്ഞത്. അതെ, ഞാനും വിചാരിച്ചു ഇന്നലെ വൈകിട്ട് തന്നെ വരുമെന്ന്. എന്താ പ്രശ്നം? എന്താ നിങ്ങളതൊന്നും മിണ്ടാത്ത കല്യാണം മുടങ്ങിയോ? ആ എന്റെ വായിൽ നെഗറ്റീവ് അല്ലാതെ വേറെ ഒന്നും വരില്ലടേ. അത് കൊള്ളാം. ഇത് പറയാൻ വേണ്ടി മാത്രം വാ തുറക്കണം. വേറെ ആരും എന്തെങ്കിലും ചോദിച്ചൊന്നും മിണ്ടരുത് കേട്ടോ രണ്ടുപേരും. അതെ, ഒന്ന് പറയൂ എന്താ പ്രശ്നമെന്ന്. രണ്ടുപേരും തമ്മിൽ പിണക്കോ? ആണെന്ന് തോന്നുന്നു. നല്ല കട്ടപ്പണക്കോ. അതോ നമുക്ക് മുഖത്ത് പോലും നോക്കുന്നില്ല. കാര്യം പറയണം അമ്മച്ചി, കാര്യം പറ. അമ്മ കാര്യം പറ അമ്മേ. അച്ഛാ കാര്യം പറ. എന്താ കാര്യം പറ? ആ കാര്യം പറയാനൊന്നുമില്ല. അമ്മേ എന്താ സംഭവം? കല്യാണം നന്നായിട്ട് നടന്നില്ലേ? എടി കല്യാണമൊക്കെ നന്നായിട്ട് നടന്നു. പിന്നെ പക്ഷെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ രാത്രിയെ ഒരു പ്രേതം വന്ന് നിന്റെ അമ്മയുടെ കഴുത്തിന് കയറി പിടിച്ചു. അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റിയിട്ട്? ഒന്ന് ചുമ്മാരിടാ. എന്താ അമ്മേ സംഭവം? സംഭവം ഒന്നുമില്ല, ഞാൻ പറഞ്ഞ തന്നെയാണ് സംഭവം, വേറെ ഒന്നുമില്ല. അച്ഛൻ ഒന്നും മിണ്ടായിരിക്കോ? അതെ, നീ പോയിട്ട് ഇച്ചിരി വെള്ളം എടുത്തോളാം കുടിക്കാൻ. പറഞ്ഞത് കേട്ടല്ലേ? പോയി വെള്ളം എടുത്തിട്ടോ. ആ പോ. പിന്നെ ഒരു കാര്യം എല്ലാവരോടും കൂടെ പറയാ, ഇനി ഈ വിഷയത്തെ പറ്റി ഈ വീട്ടിലൊരു സംസാരമൊന്നുമില്ല, കേട്ടല്ല? വിഷയം എന്താണ്? അല്ല എന്താ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പോകാനൊന്നും ഇല്ലടേ. പോവാല്ലേ? ക്ലിനിക്കിൽ പോകണം. ആ എന്നാ ചെല്ല്. എന്ത്? അല്ല ഒരു പണിയില്ലാത്തോണ്ട് കുറച്ച് ബിസി ആയിട്ടിരിക്കുന്നേ. എന്തെങ്കിലും പണിക്ക് എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങിപ്പോ. എടാ പോടാ ഇവിടുന്ന്. അരുണേഷ്, ആ എടാ ഞാൻ കുറച്ച് ബിസിയായി, തിരിച്ചു വിളിക്കാം. അതിലേ കൂടെ അങ്ങോട്ട് ഈ വഴി പാസ് ചെയ്യാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഒന്ന് വിസ്തരിച്ച് ചുമ്മാ പിള്ളേരെ പേടിപ്പിക്കാൻ നിൽക്കരുത്, കേട്ടല്ല? പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും നിൽക്കുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. പറയട്ടോ പറഞ്ഞേ. ഇവിടെ ഇരുന്നോ നീ, അതാ നല്ലത്. ആ പറയടാ. ആ നീയും ബിസിയാണോ? ശരി എന്നാ. എന്തിനാണ് ഇത് കപ്പ സോസറിൽ ഒഴിച്ച് അടിക്കുന്ന? എന്താ പരിപാടി? ഇത് പക്ഷികൾക്കൊക്കെ കുടിക്കാനുള്ള വെള്ളോടാ. പക്ഷികൾ കുടിക്കാനോ? പക്ഷികൾ ഇവിടെ ഒന്ന് കുടിക്കൂ? ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള പാത്രങ്ങളിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് പറമ്പിന്റെ പല ഭാഗത്തും മരത്തിന്റെ മേളിലൊക്കെ ആയിട്ട് വെക്കും. അവിടെ വന്ന് അത് കുടിച്ചിട്ട് പോകും. അവിടെ എല്ലാം പോയി ഇത് കുടിക്കൂ? അവിടെ വന്ന് കുടിക്കും. അല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ അളിയ. അളിയ കഴിഞ്ഞ ജന്മത്തിലെ വെള്ളം കിട്ടാതെ മരിച്ച ഏതാ കിളിയാണെന്നാണ് തോന്നുന്നത്. എടാ മിണ്ടാ പ്രാണികളെ സ്നേഹിക്കാൻ പഠിക്കടാ. നോക്കി 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 കാല് കാല്. ആമി ഇങ്ങോട്ട് വരെ. നിങ്ങൾ ഇപ്പം അങ്ങോട്ട് പഠിക്കായിരുന്നല്ലേ ഉള്ളൂ? പഠിച്ചു കഴിഞ്ഞാ? ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പരീക്ഷയ്ക്കാണ് പറഞ്ഞത്. നല്ലവണ്ണം പഠിച്ചാലേ പഠിച്ച് അവസാനം പോലീസിലേക്ക് കയറാൻ പറ്റുള്ളൂ, മാമനെ പോലെ. അവള് പോലീസുകാരനെന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞു? പിന്നെന്തോ ചെയ്യാൻ പോണു? അല്ല അച്ഛനെ എന്നെ മൃഗഡോക്ടർ ആക്കണമെന്നാണ് ആഗ്രഹം. അതെന്തരില്ല, ശംഭവം മൃഗ ഡോക്ടറല്ലേ? അതുകൊണ്ടെന്ത്? എല്ലാവരും മൃഗ ഡോക്ടറായ പിന്നെ മനുഷ്യന്റെ കാര്യം ആരും നോക്കോളിയാ? നീ നോക്കിയോ, നിന്റെ മോനും മൃഗ ഡോക്ടർ എന്നാവും. ആ പിന്നെ ഇല്ല മോന്. മക്കളെ നിനക്ക് എന്തോന്നാണോ നീ പറഞ്ഞോളൂ വലുതാകുമ്പോ? ഞാൻ ചൊവ്വാഗ്രഹത്തിൽ പോവും. റേഞ്ച് വേറെ ആസ്ട്രോനോട്ട്. ചൊവ്വാഗ്രഹത്തിൽ പോകുന്നത് ആഗ്രഹം. മക്കളെ ചൊവ്വാഗ്രഹത്തിൽ എന്തിനു പോണേ? എന്തിനു പോണത് ചൊവ്വാഗ്രഹത്തില്? അതമ്മ സ്കൂളിൽ പോണ്ടല്ലോ. നിനക്ക് ഇതൊക്കെ ആടെ പറഞ്ഞു തന്നത്? സുമേഷാമൻ കേട്ടാ ആള് ഈ ചെറു എടേ നീ ഈ സുമേഷ് ചെറുക്കൻ്റെ അടുത്ത്
ഇനി മേലെ അവന്റെ റൂമിന്റെ അടുത്തോല്ലാം പോയെന്ന് ഞാൻ അറിഞ്ഞ. രണ്ടാണോ കേട്ടല്ലേ? ചെന്നിരുന്ന് പടി പോ. അല്ല ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞതാ. കണ്ണ ഇങ്ങോട്ട് അല്ല ഞങ്ങൾ ചുമ്മാ ചെറുക്കനെ വാക്കാണ്ട് പോ. ഏതെങ്കിലും വഴി പോ. അല്ലെങ്കിൽ ഈ ചെറുക്കനെ ഞാൻ കടിച്ചു ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞു ഡേയ്, അമ്മ നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞായിരുന്നു? അപ്പച്ചിയാ? ആ, വല്ലതും പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞില്ല. ഇന്നലെ നടന്ന സംഭവത്തിനെ കുറിച്ചിട്ട്? ഇന്നലെ എന്തോ നടന്നു? കല്യാണ വീട്ടിലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇന്നലെ കല്യാണ വീട്ടിൽ എന്ത് നടന്നാ? അല്ല, എന്തോ നടന്നിട്ടുണ്ടോ അവിടെ? അല്ലേ എല്ലായിടത്തൊന്നും പറഞ്ഞില്ല. ഞാൻ ആ ചെറുക്കനാണ്. എടാ, നീ ഒരു ചെറിയ ബക്കറ്റിൽ കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് വാ. ബക്കറ്റില് എന്ത് മയിലും വല്ല വന്ന് കുളിക്കും? വന്നാല് പൊന്നരക്ഷി നിന്ന് ചുമ്മാ ഇരുന്നാണ്. ആ എടാ, നിന്റെ വാങ്ങിട്ട് ഉച്ചയോടെ കുത്തിരുന്നൊരു ഇതാ മീനല്ല, ചക്ക വെള്ളത്തിൽ തോട്ടിന്ന് ചക്ക കിട്ടി. തോട്ടിന്ന് എടി ഇപ്പൊ പാതിരാത്രിക്കോ? എടാ പോടറക്കൊന്ന് വെച്ചിട്ട് ചുമ്മാ. ആ എടാ, വൈകിട്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ആ അച്ഛനും അമ്മയും ഇന്നലെ ഒരു കല്യാണത്തിന് പോയാലും ഞാൻ പറഞ്ഞിട്ടായിരുന്നോ? ആ അവര് പോയിട്ട് വന്നപ്പോ എന്തോ ഇവിടെ പ്രേതം ഉണ്ടെന്നോ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയാൻ വയ്യെന്ന്. എടി നീ അയ്യോ പ്രേതത്തിന്റെ കാര്യം നീ എന്തിനാ പേടിക്കുന്നേ? എടാ നീ ലോകം മേടിച്ചു. ശരിയെന്നാ നീ സൂക്ഷിച്ച് കിടക്കട്ടോ, കഥ കടച്ചേക്കണേ. ശരി, ഓക്കെ. പോലെ പേടിച്ചു പോലും ഇമാര് പേടിച്ചിട്ടുണ്ടോ? പ്രേതം 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 സുമേഷ് പ്രേതം. ചേട്ടാ ഭൂതം എന്റെ ഇവിടെ ഇതില്ല. ഇയാളെ പറഞ്ഞ സാധനം എന്റെ ഇരിപ്പില്ലെന്ന്. ഇയാള് പേടിപ്പിക്കാൻ വേണ്ടിട്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. പ്രേതം 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 കതവിൽ കൊട്ടുന്നു. എന്തുവാ അവിടെ നല്ലേ ചെറുക്കനെ വിളി കേട്ട്? അവനെന്തൂറ്റി? ആ പ്രേതം പ്രേതം വിളിച്ചു പോകുന്ന കേട്ടു. നിനക്ക് തോന്നിയായിരിക്കും. ഞാനും കേട്ടു. എനിക്കും കേട്ടു. എല്ലാവരും ധൈര്യത്തിന്റെ പുറകെ കൂടെ വാ. എന്തു ചേട്ടാ? അയ്യോ എന്തുറ്റി? പോയാ സുമേ വെള്ളം എടുത്തിട്ട് വാ. ഞാനോ? പേടിയാണെങ്കിൽ ഞാൻ പോയി എടുത്തിട്ട് വരാം. പെട്ടെന്ന് വാടി. എടാ എണീക്കടാ അങ്ങോട്ട്. ചെറുക്ക എണീക്കടാ. പേടിച്ചായിരിക്കോ? എണീക്കടാ അങ്ങോട്ട്. വെള്ളം കൊണ്ടുവരാൻ പോകണോ കാണാനില്ല. എന്താടി എന്താടി അമ്മേ
സംഭവം ഉറക്കത്തിൽ നടക്കുവാടാ. മനുഷ്യന്റെ നല്ല ജീവൻ പോയി. കുറെ കൂടെ നടക്കണം. എന്നാലും അപ്പച്ചി മാമൻ ഇങ്ങനെ അസുഖമുള്ള കാര്യം അപ്പച്ചി നമ്മളതൊന്നും പറഞ്ഞതേ ഇല്ലല്ലോ. എടാ അത് പിന്നെ കല്യാണ വീട്ടിൽ നടന്നു ഇവിടെ മിണ്ടി പോരുന്നല്ലേ നിന്റെ മാമൻ പറഞ്ഞേ. നീയും കേട്ടതല്ലേ അച്ഛൻ പറയുന്നേ? സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എടാ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി എല്ലാവരും കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ നിന്റെ അച്ഛൻ തലവണയും പുതപ്പ് എടുത്തോണ്ട് ഒരൊറ്റ നടത്തം. പിന്നെ രാമേന്ദ്രൻ ചേട്ടന്റെ മോനാ പറഞ്ഞേ ഇത് സ്ലീപ്പ് വാക്കിംഗ് ആണ്. സ്ലീപ്പ് വാക്കിങ്ങോ? ആ എടാ സോമനാംബുൾസോടാ. എന്നുവെച്ചാ എടാ ഉറക്കത്ത് എണീച്ച് നടക്കൂലേ ആ അസുഖം. അയ്യോ അത് ചെറിയ അസുഖമല്ലേ അത്? അത് ശരി. ഈ ചെറിയ അസുഖത്തിനാണ് നീ ഇന്നലെ കിടന്ന് ഇവിടെ വിളിച്ച് കൂവി അയ്യക്കാവോന്ന്. എടേ അത് പിന്നെ എടീ റൂമിന്റെ ഫ്രണ്ടി പുതപ്പ് മൂടി ഒരാൾ വന്ന് ഇയാൾ പേടിക്കത്തില്ല. അതുകൊണ്ട് ഞാനും പേടിച്ച് കൂവി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്ത്? നീ ഇവിടെ നിനക്ക് ചേട്ടനുണ്ട്, സ്വന്തമായിട്ട് നിനക്ക് ചേച്ചിയുണ്ട്, ചേട്ടത്തി ഉണ്ട്, നിനക്ക് ഇഷ്ടമുള്ള അളിയെ ഞാൻ ഉണ്ട്. നീ സിന്ധു ചേച്ചി എന്ന് വിളിച്ച് കരയുന്നതിന്റെ കാര്യം എന്താണ്? ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. അയ്യോ നീ വിളിച്ച എന്റെ അമ്മയാണോ നീ വിളിച്ച്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ റേഷൻ കാർഡ് ഉണ്ടോ അതിൽ പേര് നോക്കി ഞാൻ വിളിച്ചോണ്ടിരിക്കും. അല്ല നിനക്ക് ഇവിടെ ഉള്ളവരെ പേരെ അറിഞ്ഞുകൂടി? ആ രണ്ടും കൂടെ ഒന്ന് നിർത്തുവോ? ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ അത് പറ. അച്ഛൻ ഈ പ്രായത്തില് ഇങ്ങനെ അസുഖം വരാൻ എന്താണ് കാരണം എന്നാണ്? അളിയ മാനസിക സംഘർഷം. അങ്ങനെയാണ് ഈ പല അസുഖങ്ങളും പറഞ്ഞത്. നമ്മൾ നല്ല ഡോക്ടറെ കാണിച്ചില്ല, സ്ത്രീ ഡോക്ടറിനെ വിളിക്കട്ടാ. എടാ ഡോക്ടറിനെ കാണിക്കാൻ മാമൻ സമ്മതിക്കുവോ? സമ്മതിക്കൂലേ? ഇല്ല. എന്റെ പേടി നീ രാത്രി റോട്ടിൽ കൂടെ എങ്ങനെ ഇറങ്ങി നടക്കുമെന്നാ. ഞാൻ വേണമെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. ആ നമുക്കേ അച്ഛന്റെ കാലൊരു മണി കിട്ടിയാലോ? നല്ല പഷ്ട ഐഡിയ. അതാകുമ്പോ അച്ഛൻ എവിടെ പോകുന്ന അറിയാലോ. കൊള്ളാം. നിന്റെ അച്ഛൻ കണ്ടം പൂച്ചേ പണി കെട്ടി കൊടുക്കുക. ഇയാളുടെ നല്ല അഭിപ്രായം ചോദിച്ചോ? നീ ഒന്നും ചുമ്മാ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇന്ന് രാത്രിയും കൂടെ നോക്കാം, എന്നിട്ട് പരിഹാരം നോക്കാം. മനസ്സിലായില്ലേ? എന്തെല്ലാരും കൂടെ അല്ല അച്ഛൻ ഉറക്കത്തിൽ രാത്രി എണ്ണിച്ച് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, ആരത്തും പറയില്ലെന്ന്. സമാധാനമായല്ലോ. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ലെന്നേ. അച്ഛനെന്താ രാത്രി ഉണ്ടാക്കി പുകലൊന്നും ഓർമ്മയില്ലേ? കിടക്കണം. ഇന്നലെ എന്തോ പറ്റി? അച്ഛൻ ബൂത്തിലെത്തിച്ച് കണ്ടം വഴി 4 റൗണ്ട് ഓടി. അച്ഛന് സോമനാംബുൾസോണോ എന്നൊരു സംശയം വെച്ചു. അതല്ല ഏട്ടാ സോമൻ ബ്ലിസ്. ആ സോമൻ ബ്ലിസോ. മാമ കിടന്ന് ഉറങ്ങിക്കോ, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എടേ നിങ്ങളെല്ലാം കൂടെ ഇവിടെ നിന്നാ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ടെൻഷനാ. പോ 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 പോ. നീ ഇവിടെ നിൽക്കുക. അച്ഛൻ പറഞ്ഞിട്ടില്ല എല്ലാവരും ഇറങ്ങിച്ചല്ലേ പോ. പുറത്തോട്ട് നില്ലേ ചേട്ടത്തില്ലേ? പുറത്തോട്ട് നില്ലേ, പുറത്തോട്ട് കാര്യം സംസാരിക്കട്ടെ. എടാ പോടാ. എടാ പോ, ഞാൻ സംസാരിക്കട്ടെ. എടേ സത്യം പറഞ്ഞാലേ പ്രശ്നം എന്താണ് പറയണത്? അല്ല പ്രശ്നമൊന്നുമില്ല. എനിക്ക് നീ പറഞ്ഞ അസുഖമൊന്നുമില്ല. പിന്നെ അത് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതാ. എന്തോന്ന് അബദ്ധം? എടാ അതായതേ കല്യാണമൊക്കെ കഴിഞ്ഞ് രാമേന്ദ്രൻ എന്നോട് പറഞ്ഞ് ചേട്ടാ ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കി, നമുക്ക് രാത്രി 2 എണ്ണമൊക്കെ അടിച്ചിട്ട് നാളെ പോവാന്ന്. അങ്ങനെ രാത്രി ഞാനും രാമേന്ദ്രനും കൂടെ പതുക്കെ വീട്ടിന് പുറത്തിറങ്ങി ചായപ്പിൽ അടിക്കാനായിട്ട് പോയി. അവിടുത്തെ പട്ടിക്ക് എന്നെ പരിചയമില്ല. എന്നെ കണ്ടത് പട്ടി ചാടി വീണു, ഭയങ്കര കൊര ശബ്ദം കേട്ട് വീട്ടുകാരെല്ലാം കൂടെ ഓടി ഇറങ്ങി വന്ന് എന്നെ അങ്ങ് പിടിച്ച്. അപ്പം എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി രാമേന്ദ്രൻ പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന്. ആ സത്യം അമ്മയുടെ ഉള്ളതാടാ മക്കളെ. എന്നിട്ട് അച്ഛൻ അതേ പരിപാടി ഇവിടെ കൊണ്ടുവന്ന് ഇറങ്ങിയതിനാണ്. അതെന്താന്ന് വെച്ചാലേ ലളിതയ്ക്ക് അക്കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട്, ഞാൻ ഉടായ്പ് കാണിക്കുന്നതാണോ എന്ന്. അപ്പോൾ അതല്ലാതെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് അത് കണ്ടിന്യൂ ചെയ്തത്. സുമേഷ് ഇറങ്ങാനും പേടിപ്പിച്ചു അച്ഛൻ. എടാ അത് രാത്രി ഞാൻ ഇറങ്ങിയപ്പോഴേ അവൻ ആരുടെ വർത്താനം പറഞ്ഞത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ വാതിലിൽ പോയി മുട്ടിയതാ. എന്നെ കേട്ടോ അവൻ പേടിച്ച് ബോധം കെട്ടിവിടുന്നു. ഞാൻ അറിഞ്ഞാ വെള്ളം എടുക്കാൻ വന്ന പൈങ്കിളെയും പേടിപ്പിച്ചെന്തിനാണ്? അയ്യോ പേടിപ്പിച്ചതല്ലടാ, സുമേഷ് ബോധം കെട്ടി വീണപ്പോഴേ അവൻ്റെ മുഖത്ത് വെള്ളം തളിക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ പോയതാ. എവൾ അവിടെ വരുമെന്ന് ഞാൻ അറിഞ്ഞ. ആ നീയേ എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്ന് ഊരിത്തരണം, ഒന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ നോക്കട്ടെ. നോക്കട്ടെ അച്ഛൻ കിടന്നോ പറ്റിക്കരുത്തില്ല. കിടക്കണം. സെറ്റാണ്. ഓ സെറ്റ്. ആ എല്ലാരും ഇവിടെ വരുമോ? ഉറങ്ങിയാണ്. തുടങ്ങിയ അത് കൊള്ളാമല്ലോ. അതെങ്ങനെ ഉറക്കിയടാ നീ? ഞാനേ രാരിച്ചൻ വൈദ്യരെ വിളിച്ചായിരുന്നു.
രാജിച്ച വൈദ്യർ അച്ഛനെ നന്നായിട്ട് അങ്ങ് ഉപദേശിച്ചു. ടെൻഷനൊന്നും വേണ്ട, പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ട് അങ്ങ് കിടന്നോളാം. എടാ അപ്പൊ ഇനി ഒരു പ്രശ്നം വരില്ലേ? ഇനിയിപ്പോൾ ഒരു പ്രശ്നം വരില്ലെന്നാണ് രാജിച്ച വൈദ്യർ പറഞ്ഞത്. അമ്മ ഒരു കാര്യം ചെയ്യണം, താഴെ ആശയുടെ റൂമിൽ പോയി കിടക്കണം. അതെങ്ങനെ ശരിയാവൂടാ? ഞാൻ ഇവിടെ കിടന്നോളാം. അസുഖം മാറണ്ടേ? അച്ഛൻ ഒറ്റയ്ക്ക് ഇവിടെ തന്നെ കിടക്കട്ടെ. അപ്പൊ അളി എവിടെ കിടക്കും? ഞാൻ ഒരു കാര്യം ജെവിൻ്റെ റൂമിൽ പോയി കിടക്കാം. എന്തിന്? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തൊട്ടപ്പുറത്ത് അങ്ങനെ മാറി കിടന്നോളാം. അല്ല രാജിച്ച വൈദ്യർ എന്താന്ന് പറഞ്ഞേന്ന് പറഞ്ഞില്ല. രാജിച്ച വൈദ്യർ പറഞ്ഞ് ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞു തരാം. അല്ല ഇപ്പൊ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവായിരുന്നു. എടാ ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗമാണ്, കുടുംബത്തിലെ ഇളയ സന്താനത്തിന് കിട്ടുമെന്നാണ് പറഞ്ഞത് രാജിച്ച വൈദ്യർ. ഓ അല്ല ഇപ്പൊ ഈ മാമന്റെ അസുഖത്തിന്റെ കാര്യം പറയുമ്പോ ഇത് പറയേണ്ട ഇപ്പൊ കാര്യം ഇപ്പൊ എന്താ? അല്ല ഇത് പാരമ്പര്യമായിട്ട് വരുന്നതാണ്, ആർക്ക് വേണം വരാമെന്ന്. ഇതിനു മുമ്പ് ആർക്കുണ്ടായിരുന്നു? ഇതിനു മുമ്പേ ആർക്കൊക്കെ ഉണ്ടായിരുന്നു പോലും എനിക്കറിയില്ല. ഇപ്പൊ രാജിച്ച വൈദ്യരെ നമ്മൾ വിളിച്ചോളാം. ആ എടാ നീ ഒന്ന് നോക്കിക്കോണേ. ഇപ്പൊ രാജിച്ച വൈദ്യരനെ നമ്മൾ വിളിച്ചോളാം. ഇളയ മോനെന്ന് ഉറപ്പായിട്ട് പറഞ്ഞു പുള്ളി. ഉം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഞാന് രാജിച്ച വൈദ്യരെ ഒന്ന് വിളിച്ച് പറയട്ടെ, അല്ലെങ്കിൽ ഇവര് ചിലപ്പോ വിളിച്ച് ചോദിക്കും.